ഒരു ദിവസം ചിന്നു എന്ന പേരുള്ളൊരു കുട്ടി അവളുടെ മുത്തശ്ശിയുടെ വീട്ടിലേക്ക് പോവുകയായിരുന്നു. രാത്രി സമയത്തായിരുന്നു അവളുടെ യാത്ര. അത് ഒരു പ്രേതവഴിയായിരുന്നു. അതെ, ചിന്നുവിനെ അറിയില്ലായിരുന്നു. അവൾ സൈക്കിളിലായിരുന്നു മുത്തശ്ശിയുടെ വീട്ടിൽ പോകുന്നത്. പെട്ടെന്ന് അവളുടെ പിറകിൽ കുറേ പ്രേതങ്ങൾ വരുന്നു. അവൾ പേടിച്ചുകൊണ്ട് വേഗം സൈക്കിൾ ചവിട്ടി. അവൾ മുത്തശ്ശിയുടെ വീട്ടിലെത്തിയപ്പോൾ മുത്തശ്ശി പറഞ്ഞു അവളോട് ആ പ്രേതങ്ങളെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടത് നിന്റെ ഭാഗ്യം. മുത്തശ്ശി അവളോട് പറഞ്ഞു, നീ പോയി കിടന്നോളൂ, നല്ല ക്ഷീണം കാണും, ആ ഭാഗത്താണ് നിന്റെ മുറി ഉള്ളത്. മുത്തശ്ശി അവൾ ഭക്ഷണം കഴിച്ചു. ഉറങ്ങുമ്പോൾ അവളുടെ കരച്ചിൽ ശബ്ദം കേൾക്കുന്നു. അത് പേടിച്ചുകൊണ്ട് മുത്തശ്ശിയുടെ റൂമിൽ പോയി കിടന്നുറങ്ങി. രാവിലെ ആയപ്പോൾ അവൾ ധൃതി പിടിച്ചു പറഞ്ഞു, മുത്തശ്ശി, ഇപ്പോൾ ഞാൻ പോട്ടെ, വീട്ടിൽ കുറേ ജോലിയുണ്ട്, ഞാൻ പിന്നീട് ഒരിക്കൽ വരാം. മുത്തശ്ശി ശരിയെന്ന് പറഞ്ഞ് ചിന്നു അവളുടെ വീട്ടിലേക്ക് മടങ്ങി. വീട്ടിലെത്തിയപ്പോൾ ഒരു ദീർഘശ്വാസം വലിച്ചു.